മോളെ കാതു, ഇവളിത് എവിടെ പോയി കിടക്കുക? എടി കാതു, മോളെ, അയ്യോ മോളെ, മോളെ കാതു, എഴുന്നേറ്റ് മോളെ. എലിസേ, എലിസേ, ഒന്ന് വേഗം വന്നേ. എന്താ മമ്മി? അയ്യോ, കാതറിന് എന്ത് പറ്റി? നീ വെള്ളം ഇങ്ങെടുത്തേ. കാതു, എനിക്ക് എന്താണ് പറ്റിയേ? ഒന്നുമില്ല മമ്മി, എനിക്കെന്തോ പെട്ടെന്ന് തല ചുറ്റുന്ന പോലെ തോന്നി. എലിസ, നീ പറഞ്ഞത് ശരിയാ. ഈ വീടിനെന്തോ കുഴപ്പമുണ്ട്. രാവിലെ ഞാൻ തലചുറ്റി വീണില്ലേ, അത് വെറുതെ വീണതല്ല. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, അന്ന് ഞാൻ ആ ബംഗ്ലാവിൽ പോയി വന്ന ശേഷമാ ഇവിടെ ഇങ്ങനെ ഓരോ മാറ്റങ്ങൾ. ഐ തിങ്ക് വി ആർ ഇൻ ഡേഞ്ചർ. എലിസ, നീ എന്തേ പറയുന്നേ? അതേടി, നമ്മളെ ചുറ്റിപ്പറ്റി ഒരാത്മാവുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ നമ്മളെ അതിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ നമ്മൾ ഓരോന്ന് കാണിച്ച് ഭയപ്പെടുത്തുന്നത്. ഒരിക്കലും ഈ കാര്യം മമ്മി അറിയരുത്. ഇതിനൊരു തീരുമാനമാവുന്നത് വരെ. എലിസ, എനിക്ക് പേടിയാവുന്നു. നമ്മളെങ്ങനെ ഇതിന് പുറത്തു കിടക്കും? ഒന്നും ഉണ്ടാവത്തില്ല, നീ പേടിക്കാതെ. നാളെ ഒന്ന് വിഷ്ണുവിനെ വിളിക്കണം. അവൻ്റെ പരിചയത്തിൽ ഒരു ഫാദറുണ്ട്, കത്തനർ ഫാമിലിപ്പെട്ടതാ. വലിയ മാന്ത്രികനാന്നാ കേട്ടിരിക്കുന്നത്. ഈ വീടൊന്നും വെഞ്ചിരിക്കണം. വിഷ്ണു, എന്തായി? ഫാദർ ഉണ്ടോ? ഫാദർ ഇപ്പോൾ ഇവിടെ ഇല്ല, 2 ദിവസം കഴിഞ്ഞെത്തുള്ളൂ. അയ്യോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഫാദറിന് നിങ്ങളോട് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തോ അത്യാവശ്യ കാര്യ. ഞാൻ വിളിച്ചുതരാം. ഹലോ ഫാദർ, ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഞാനിപ്പോൾ ഇവിടെ ഉണ്ട്.
ഞാൻ അവരുടെ കയ്യിൽ ഫോൺ കൊടുക്കാം. ഹലോ ഫാദർ. എലിസബത്ത് അല്ലേ? കാര്യങ്ങളൊക്കെ വിഷ്ണു വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിക്കുക. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ ഞാൻ അങ്ങോട്ട് വരും. ഫാദർ, ഇവിടെ സിറ്റുവേഷൻ വളരെ മോശമാണ്. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം. നാളത്തെ ഒരു ദിവസം നിങ്ങൾ തരണം ചെയ്യണം. നാളെ രക്തചന്ദ്രഗ്രഹണമാണ്. നിങ്ങളെ പിന്തുടർന്ന ആ ആത്മാവിന് ശക്തി കൂടും. പക്ഷേ നിങ്ങളുടെ കഴുത്തിൽ കിടക്കുന്ന ആ കുരിശുമാല ഉള്ളിടത്തോളം കാലം അതിന് നിങ്ങളെ പേടിപ്പിക്കാൻ മാത്രമേ കഴിയൂ. ജീവഹാനി സംഭവിക്കില്ല. കുരിശു വരച്ച് പ്രാർത്ഥിച്ചോളൂ. കർത്താവുണ്ട് രക്ഷയ്ക്കായി. ഇത് ഫാദർ നിങ്ങളുടെ കയ്യിൽ തരാൻ പറഞ്ഞു.